ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ ഡാറ്റ ഹാൻഡ്ലിംഗ്. ഡാറ്റ ഹാൻഡ്ലിംഗിൽ ഡാറ്റ എന്താന്ന് പറഞ്ഞു, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും. ഒബ്സർവേഷൻ, റോ ഡാറ്റ, പ്രൈമറി ഡാറ്റ, അത്ര വരെയല്ലേ പറഞ്ഞേ? സെക്കൻഡറി ഡാറ്റ പറഞ്ഞോ? ഇല്ല. ഓക്കെ, ഡാറ്റ എന്താ? What do you mean by data? അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെന്റൻസ്. എന്താ ഡാറ്റ? A collection of numerical figures providing some specific type of information is called data. Okay, providing some specific type of information is called data. എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഒബ്സർവേഷൻ? എന്താ ഒബ്സർവേഷൻ എന്ന് വെച്ചാല്? Each numerical figure in a data is called an observation. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിം ഒബ്സർവേഷന്റെ വേറൊരു നെയിം വേരിയബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിലെ ഓരോ ന്യൂമറിക്കൽ ഫിഗറിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റോ ഡാറ്റ. The numerical data recorded in its original form is called raw data. അതായത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഫോമിലുള്ള ഡാറ്റ തന്നെയാണ് റോ ഡാറ്റ എന്ന് പറയാം. ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഗേഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ റഫ് ആയിട്ട് എഴുതി വെക്കൂലേ, അതിനെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയാം. നെക്സ്റ്റ്, പ്രൈമറി ഡാറ്റ. The data collected by an investigator or by his her representative. Okay. The identity objective in with a with a definite objective in his or her mind is called primary data. അതായത് ഒബ്സർവർ, ഇൻവെസ്റ്റിഗേറ്റർ. വേർഡ്സ് കറക്റ്റ് ആയിട്ട് വായിക്കാം. ഓക്കെ, ഇതെല്ലാം ന്യൂ വേർഡ്സ് ആണ് നിങ്ങൾക്ക് അല്ലേ? ഇതൊന്നും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഇൻവെസ്റ്റിഗേറ്റർ, റെപ്രസെന്റേറ്റീവ്, പിന്നെ ഡാറ്റ, ഇൻവെസ്റ്റിഗേഷൻ, അനാലിസിസ്, ഒബ്സർവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് ആണ്. അപ്പം അതിന്റെ സ്പെല്ലിംഗ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വായിക്കാം. എന്താ പ്രൈമറി ഡാറ്റ എന്ന് വെച്ചാല്? ദ ഡാറ്റ കളക്ടഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ. ഒന്നുകിൽ ആ ഇൻവെസ്റ്റിഗേറ്റർ, നമ്മൾ ഞാനിപ്പോ ഫെയ്ത്തിനെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു, ഒന്നുകിൽ ഫെയ്ത്ത് തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അല്ലെങ്കിൽ ഫെയ്ത്ത് സിസ്റ്ററിനോട് പറയുന്നു കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഡെഫിനിറ്റ് പേർപ്പസിന് വേണ്ടി, ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് എന്ത് പറയാം? പ്രൈമറി ഡാറ്റ. Then what do you mean by secondary data? Secondary data പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. Yes, secondary ഡാറ്റയും പറഞ്ഞായിരുന്നു. The data collected by someone other than the investigator is known as secondary data. For example, data collected from internet. പറഞ്ഞായിരുന്നു. ഇപ്പൊ നിങ്ങളോട് എന്ത് കാര്യം ചോദിച്ചാലും ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അല്ലേ? പണ്ടുള്ളവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ നേരെ പോവുക അടുത്തുള്ള ലൈബ്രറിയിലേക്കാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോവാം അടുത്തുള്ള വലിയൊരു ലൈബ്രറി. അവിടെ പോയിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് എടുത്ത് വായിച്ചിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഫോണിൽ നേരെ ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക. എന്താ നോക്കിയാൽ വിക്കിപീഡിയ നോക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള എന്തും കിട്ടും. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഡാറ്റ. അതായത് വേറെ ആരെങ്കിലും, someone else, അവരുടെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ.
അത് നമ്മുടെ ഉപയോഗത്തിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്തരം ഡാറ്റനെ എന്ത് പറയും? സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, അപ്പൊ പ്രൈമറി ഡാറ്റ എന്ന് വെച്ചാൽ നമ്മുടെ പേർപ്പസിന് വേണ്ടി നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമ്മുടെ പേർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ that type of data is called secondary data. Then next word, array. ARRAY. എന്താ array എന്ന് വെച്ചാൽ the raw data when arranged in ascending or descending order of magnitude is called array. അതായത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോ ഡാറ്റ എന്ന് വെച്ചാൽ അൺഗ്രൂപ്ഡ് ഡാറ്റ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. ആ ഡാറ്റയെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അറേ എന്ന് പറയാം. അതായത് ഇപ്പോ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ 4 പേരുടെയും മാത്സിന്റെ മാർക്ക് ഞാൻ വെറുതെ ഷോണിന് ഇത്ര മാർക്ക്, ഫെയ്ത്തിന് ഇത്ര മാർക്ക്, ദിയക്ക് ഇത്ര മാർക്ക്, ആൻ മരിയക്ക് ഇത്ര മാർക്ക് ഞാൻ എഴുതി വെച്ചു. Then I have to arrange this mark in ascending order or descending order to find out who is the topper. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എനിക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ മാർക്കിന്റെ കേസ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഉള്ളതായിരിക്കും നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് നോക്കി, ആ മാർക്ക് മാത്രം നമ്മൾ നോക്കി. ഇവിടെ ഷോണിന്റെ ഹൈറ്റ് നമ്മൾ നോക്കുന്നില്ല, ഷോണിന്റെ അല്ലെങ്കിൽ ഫെയ്ത്തിന് എത്ര വെയിറ്റ് ഉണ്ട് നോക്കുന്നില്ല, ഫെയ്ത്തിന് എത്ര ഏജ് ഉണ്ട് നോക്കുന്നില്ല. അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന മാർക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അറേ. ARRAY. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച പുതിയ വേർഡ് അറേ. ആ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ആ വേർഡും ആ സെന്റൻസും. ദ റോ ഡാറ്റ when arranged in an ascending order or descending order of magnitude is called array. Then next word, range. RANGE. നമ്മൾ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് റേഞ്ച്. എന്താ ക്ലാസ് കയറാഞ്ഞേ? റേഞ്ച് ഇല്ലായിരുന്നു. എന്താ ക്ലാസ് കട്ടായേ? റേഞ്ച് ഇല്ലായിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന വേർഡാണ് റേഞ്ച്. അതായത് നമ്മളെ മൊബൈലിന് നെറ്റ്വർക്കിന്റെ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് ക്ലാസ് കട്ടാവുന്നു, റേഞ്ച് കിട്ടുന്നില്ല, ഇത് തന്നെയായിരിക്കും കംപ്ലൈന്റ്. എന്നാൽ ആ റേഞ്ച് അല്ല ഇവിടെ വരുന്ന റേഞ്ച്. അതും വ്യത്യാസമാണ്, ഇത് വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗിലെ റേഞ്ച് എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അറേ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോ ഏറ്റവും ഹയസ്റ്റ് വണ്ണും ഏറ്റവും സ്മോളസ്റ്റ് വണ്ണും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. Then what is range? The difference between the highest and lowest values in the data is called the range of the data. അപ്പൊ നമ്മളുടെ കയ്യിൽ റോ ഡാറ്റ മാത്രമാണെങ്കിൽ, പ്രോസസ്സ് ചെയ്ത് ഒന്നും ചെയ്യാതെ റോ ഡാറ്റ മാത്രമാണെങ്കിൽ നമുക്ക് അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന്. കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ ഒരു 10-20 നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, 20-30 ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് വി ഹാവ് ടു അറേഞ്ച് ദീസ് ഒബ്സർവേഷൻസ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ നമ്മുടെ കയ്യിലൊരു ഡാറ്റ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ അറേഞ്ച് ചെയ്യാം, ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ കൃത്യതയോടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ?
നിങ്ങളുടെ വീട്ടിലത്തെ കാര്യം തന്നെ എടുത്താല് നിങ്ങളുടെ ടേബിള് വേണ്ട, നിങ്ങളുടെ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫ് ഏത് കൊളത്തിലുണ്ടാവുക? ഒന്നിങ്ങനെ ഡോറ് തുറന്നാലേ മുഴുവൻ പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കൂലേ? അല്ലേ? ചിരി കണ്ടാൽ അറിയാം ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേണം, ഓടിപ്പോയി ഡോറ് തുറന്നു, ഷെൽഫിന്റെ മുഴുവനായിട്ട് അങ്ങ് പുറത്തോട്ട് വന്നു. ഇതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എല്ലാം വലിച്ച് പുറത്തിട്ട് വലിച്ച് വാരി ഇട്ട് ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അതേസമയം എല്ലാം നീറ്റായിട്ട്, ഇപ്പൊ അമ്മ അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മടക്കി കൃത്യമായിട്ട് മടക്കി ഒരേ രീതിയിൽ മടക്കി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും എടുക്കാൻ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ നോട്ട്ബുക്ക് തന്നെ എടുത്താല് വേറെ എക്സാമ്പിൾ, നീറ്റായിട്ട് എഴുതിയിരിക്കുന്ന നോട്ട്ബുക്ക് ആണെങ്കിൽ ഏത് കാര്യം ചോദിച്ചാലും ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. മിസ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇത് എവിടെ എഴുതിയിരിക്കുന്നത്, നീറ്റായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് മറിച്ച് നോക്കിയിട്ട് ഇതാ മിസ് ചെയ്താ ഞാൻ എഴുതിയതെന്ന് കാണിച്ചു തരാൻ പറ്റും. വലിച്ചു വാരി അവിടെ പകുതി ഇവിടെ പകുതി അവിടെ അപ്പുറത്ത് കുറച്ച് ഇപ്പുറത്ത് കുറച്ചൊക്കെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ആ പ്രോബ്ലം എവിടെയായിരുന്നു ഫെയ്ത്ത് എഴുതിയിരിക്കുന്നത്? മിസ്സേ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ആ ബുക്ക് മുഴുവൻ പെരുതി നോക്കേണ്ടി വരും. അപ്പോ മാത്സ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നീറ്റ്നെസ്. ഓക്കെ, അത് പേഴ്സണൽ ഹൈജീനിലായാലും ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ നമ്മുടെ സാധനങ്ങൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോ ഇതേ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ നമുക്ക് റോ ഡാറ്റ, നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല എളുപ്പമുള്ള ഒരു മാർഗം നമ്മൾ അത് കിട്ടിയ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ബെസ്റ്റ് ഓർഡേഴ്സ് ആർ ടു. ഏതൊക്കെ? അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചാല് ഇപ്പൊ നമ്മളോട് ഏറ്റവും കൂടുതൽ ആർക്കാണ് മാർക്ക്, ഏറ്റവും കുറവ് ആർക്കാണ് മാർക്ക്, ഒരു ആവറേജ് മാർക്ക് കിട്ടിയത് ആർക്കാണ്, ഇതൊക്കെ ചോദിച്ചാല് ആ ഒരു ഓർഡറിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഓർഡറിലാക്കിയ ഡാറ്റയുടെ ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ആ ഡാറ്റയുടെ റേഞ്ച് എന്ന് പറയാം. അപ്പൊ എന്താ റേഞ്ച്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് in the data is called the range of the data. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. റേഞ്ച് അണ്ടർലൈൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ സെന്റൻസും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് in the data is called the range of the data. അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ ഈ നീറ്റ്നെസിന്റെ കാര്യം ഈ ഒരു ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് നീറ്റ്നെസ്സും കറക്റ്റ്നെസ്സും. കാരണം നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് വരുന്ന സമയത്ത് ഒന്ന് മിസ്സായി പോയാല് ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം മൊത്തമായിട്ട് അങ്ങ് റോങ് ആയി പോകും. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഡാറ്റ ഹാൻഡ്ലിംഗ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു നമ്പർ, ഒരു ഡിജിറ്റ്, അത് 1 ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡിജിറ്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് അതിനെ മൊത്തമായിട്ട് ബാധിക്കും. ഇപ്പൊ സാധാരണ നമ്മൾ മാത്സിൽ 0 ഒക്കെ ഒഴിവാക്കി അങ്ങ് വിട്ടാല് 0ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അഡീഷന്റെ കേസിൽ 0 ഒഴിവാക്കിയാൽ പ്രശ്നമില്ല, സബ്ട്രാക്ഷന്റെ കേസിൽ 0 ഒഴിവാക്കിയാൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 0 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ 0 ഒഴിവാക്കി കഴിഞ്ഞാല് ആ മൊത്തം പ്രോബ്ലത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്സർവേഷൻ. ഫ്രീക്വൻസി ഓഫ് ആൻ
ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒബ്സർവേഷൻ ഓർ വാരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈച്ച് ന്യൂമറിക്കൽ ഫിഗർ ഇൻ എ ഡാറ്റ. ഒരു ഡാറ്റയിലെ ഓരോ ന്യൂമറിക്കൽ ഫിഗറിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്സർവേഷൻ എന്ന് വെച്ചാല് ഒരു വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നു, ഒരു വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നതാണ് അതിന്റെ ഫ്രീക്വൻസി. അതായത് number of times of an observation occurs in the given data is called the frequency of the given observation. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മാർക്സ് എടുത്താൽ, ഔട്ട് ഓഫ് 50 മാർക്സ് എടുത്താൽ 45 എന്ന് പറയുന്ന മാർക്ക് തന്നെ 3-4 പേർക്ക് വരാം അല്ലെ, ഒരാൾക്ക് മാത്രമല്ല 45 എന്ന് പറയുന്ന മാർക്ക് കിട്ടുന്നത്. അപ്പൊ 45 എന്ന് പറയുന്ന മാർക്ക് 3 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് വരുന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീക്വൻസി. ഒരു ഒബ്സർവേഷൻ തന്നെ എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് പഠിക്കാനുള്ളത്. ഇതൊക്കെ മനസ്സിലായാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാവുള്ളൂ. ഇനി പെട്ടെന്ന് ഒരു പ്രോബ്ലം തന്നിട്ട് ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്സർവേഷൻ വെച്ച് അതിന്റെ നമ്പേഴ്സ് തരും, ഒബ്സർവേഷൻസ് ഏതൊക്കെയാന്ന് തരും, പിന്നെ റേഞ്ച് എന്താന്ന് കണ്ടുപിടിക്കാനുണ്ടാവും. ഇതൊക്കെ പറയും. ഇതൊക്കെ എന്താന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മേലൊരു ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് the subject that deals with collection, presentation, analysis and interpretation of numerical data. ഈ ഓരോ വേർഡും കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, ഇത്രയും കാര്യങ്ങള് ഇതിന്റെ ഒരു പ്രോബ്ലത്തിൽ വരുന്ന പ്രോസസ്സാണ്. അതായത് നമുക്കിപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൽ വരുന്ന 4 സ്റ്റെപ്സ് ആണിത്. കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നിങ്ങളോടിപ്പോ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഹൈറ്റ് ഏതാണ്, അതിന്റെ റേഞ്ച്, ഹൈറ്റിന്റെ റേഞ്ച് എന്താന്ന് നോക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. എല്ലാവരുടെയും ഹൈറ്റ് നമ്മൾ കളക്ട് ചെയ്തു. റോ ഡാറ്റ ആയിരിക്കുമല്ലോ നമ്മൾ കളക്ട് ചെയ്യുന്നേ അല്ലെ. നെക്സ്റ്റ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഹൈറ്റ് നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ. എഴുതിയിരിക്കുന്ന അസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്ന ഹൈറ്റിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അനാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. അതായത് ഏറ്റവും കൂടുതൽ ആർക്കാ, ഏറ്റവും കുറവ് ആർക്കാണ്, അതിന്റെ റേഞ്ച് എത്രയാണ്, എന്താ റേഞ്ച്, ഏറ്റവും കൂടുതലും കുറവും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ റേഞ്ച് എത്രയാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അനാലിസിസ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ ദ എക്സ്പ്രഷൻ ഓഫ് കൺക്ലൂഷൻ. നമ്മൾ എന്തിനാണോ അത് കളക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഇപ്പൊ അതിന്റെ റേഞ്ച്, ഹൈറ്റിന്റെ റേഞ്ച് ഇത്രയാണ്, അതായിരിക്കും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഈ 4 സ്റ്റെപ്സും ഡാറ്റ ഹാൻഡ്ലിംഗിൽ വരുന്ന പ്രോബ്ലത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്സാണ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടേ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അല്ലെ. ഡാറ്റ പ്രസന്റ് ചെയ്യണം. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, ഇപ്പൊ നമുക്ക് ഒരുപാട് ഡാറ്റ നമ്മളിങ്ങനെ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത്.
നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണ്ടേ. അതിനെന്ത് ചെയ്യണം? ഒരു ഡിഫൈൻഡ് ഫോമിൽ അത് ഓർഗനൈസ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അത് നമുക്ക് ടേബിളിൽ റെപ്രസെന്റ് ചെയ്യാം, ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ചു ഡാറ്റ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം ഡാറ്റേനെ. എന്തെങ്കിലും ഒരു ഫോമിൽ അറേഞ്ച് ചെയ്യണം, എന്നാലും മാത്രമേ മനസ്സിലാവുള്ളൂ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. എന്താ പേര്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. എന്താ ഫ്രീക്വൻസി? നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്സർവേഷൻ. The number of times of an observation occurs in the given data. ഒരു ഒബ്സർവേഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ഒരു ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതിന്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത് മിസ് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. 4 സ്റ്റെപ്സ് ഉണ്ട് അവിടെ. അപ്പൊ എന്താ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നുള്ളത്? ഒരു സെന്റൻസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ടാബുലർ അറേഞ്ച്മെന്റ് ഓഫ് ഗിവൺ ന്യൂമറിക്കൽ ഡാറ്റ ഷോയിങ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് കോൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താ? A tabular arrangement of given numerical data showing the frequency of each observation is called frequency distribution. നമുക്ക് കിട്ടിയിരിക്കുന്ന റോ ഡാറ്റനെ ഫ്രീക്വൻസി അനുസരിച്ച് ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ടേബിളിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒബ്ടൈൻ ദ ഗിവൺ റോ ഡാറ്റ. റോ ഡാറ്റ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം. റോ ഡാറ്റ എന്ന് വെച്ചാൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അൺഗ്രൂപ്ഡ് ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയാം. നെക്സ്റ്റ്, ഡ്രോ 3 കോളംസ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന് എപ്പോഴും 3 കോളംസ് ഉണ്ടാവും. കോളംസ് എന്ന് വെച്ചാൽ താഴോട്ടുള്ളത്, റോ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആയിട്ടുള്ളത്, അല്ല ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ 3 കോളം വരയ്ക്കാം. ആദ്യം ഒബ്സർവേഷൻ, ടൈറ്റിലിന്, ടേബിളിന് എപ്പോഴും ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ ആദ്യത്തെ കോളത്തിൽ ഒബ്സർവേഷൻ എഴുതുക. സെക്കൻഡ്, ടാലി മാർക്ക്. തേർഡ്, ടോട്ടൽ ഓഫ് ടാലി മാർക്ക് പ്രസന്റിങ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ടാലി മാർക്കിംഗ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? കഴിഞ്ഞ വർഷോ അല്ല, 5ാം ക്ലാസ്സില് മിസ് ടാലി മാർക്ക് പഠിച്ചതാ. മിസ് ടാലി മാർക്ക് പഠിച്ചതല്ലേ? ഓക്കെ. അപ്പം ടാലി മാർക്ക് എന്താന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഓരോ ലൈൻ ഇടും, 5ാമത്തെ ലൈൻ ക്ലോസ് ചെയ്യും. ഓക്കെ. അപ്പൊ ടാലി മാർക്ക് അനുസരിച്ചിട്ട് ഫ്രീക്വൻസി എഴുതും. ഫോർ ഈച്ച് ഒബ്സർവേഷൻ ഗിവൺ ദി റോ ഡാറ്റ പുട്ട് എ ബാർ ഓപ്പോസിറ്റ് ടു ദി സെക്കൻഡ് കോളം. Record these tally marks in bunches of 5 with the 5th one crossing the other 4 diagonally. അപ്പോൾ ടാലി മാർക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നാണ് 3ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ്, count the number of tally marks for each observation and write in the 3rd column of frequency. അപ്പൊ ടാലി മാർക്ക് കൗണ്ട് ചെയ്തിട്ട് എത്രയാണോ ടോട്ടൽ കിട്ടുന്നത് അതായിരിക്കും ആ ഒബ്സർവേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 3ാമത്തെ കോളത്തില് നമ്മൾ എന്താ എഴുതണ്ടേ? ഫ്രീക്വൻസി. ഇപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ മനസ്സിലായല്ലോ? അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ. Solved example 1.
The marks obtained out of 10 by 40 students are 40 കുട്ടികൾക്ക് ഏതോ ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്രയത്? 2 6 4 1 5 7 6 3 4 4 2 8 3 3 3 0 3 2 7 3 1 9 2 5 4 5 4 8 0 6 1 1 2 5 7 9 3 4 7 8. ഇത്രയും 40 ഡിജിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 0 മുതൽ 9 വരെയുള്ള മാർക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് 10 ആയതുകൊണ്ട് ഔട്ട് ഓഫ് 10 ആർക്കും കിട്ടിയിട്ടില്ല, 10/10 ആർക്കും കിട്ടിയിട്ടില്ല, 9 വരെ കിട്ടിയിട്ടുള്ളൂ മാർക്ക്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇതിനെ ആദ്യം ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യണം അല്ലേ? ടേബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ അറേഞ്ച് ചെയ്യണം. എന്തൊക്കെയാ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? array the data and from the frequency table ഉണ്ടാക്കിയതിനു ശേഷം എന്ത് കണ്ടുപിടിക്കണം? What is the highest mark? What is the range of marks? Which mark is occurring most frequently? ഏതാണ് ഏറ്റവും കൂടിയ മാർക്ക്? എന്താണ് മാർക്കിന്റെ റേഞ്ച്? എന്താണ്? പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ഏതാണ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഔട്ട് ഓഫ് 10 ആയതുകൊണ്ട് 0 മുതൽ 9 വരെയുള്ള മാർക്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അല്ലേ? അപ്പോ 0 എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്? നമുക്ക് ആദ്യം അറേഞ്ച് ചെയ്യാം. എന്ത് ചെയ്യാം? ആദ്യം മാർക്സിനൊക്കെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് 0 അല്ലേ വരുന്നേ? എത്ര തവണ 0 വരുന്നുണ്ട്? 2 0, പിന്നെ 1, ഒരു 4 1 അല്ലേ? 4 1, പിന്നെ 2 എത്ര തവണ വരുന്നുണ്ട്? 1 2 3 4 5. ഓക്കെ, അതങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ടേബിൾ വരച്ചിട്ട് അറേഞ്ച് ചെയ്യാം. അതായിരിക്കും കൂടുതൽ ബെറ്റർ. എത്ര കോളം വേണം? 3 കോളം. ഫ്രീക്വൻസി അതായത് ടാലി മാർക്കിന് കുറച്ച് വലിയ കോളം കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ എന്താ? മാർക്സ്. സെക്കൻഡ് കോളത്തില് ടാലി മാർക്ക്. തേർഡ് കോളത്തില് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മാർക്ക് എത്രയാ? 0. ആദ്യത്തെ മാർക്ക് 0. 0 എത്ര തവണ വരുന്നുണ്ട്? 1 2 ടൈംസ്. ടാലി മാർക്ക് നമ്മൾ 2 കൊടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2. നെക്സ്റ്റ് 1 ആദ്യത്തെ റോയില് ഒരു തവണ വരുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ റോയിലില്ല, മൂന്നാമത്തെ റോയിൽ ഒരു തവണ, നാലാമത്തെ റോയില് 2 തവണ. ടോട്ടൽ 4. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4. ഇനി നെക്സ്റ്റ് വരുന്ന മാർക്ക് 2 എന്ന് പറയുന്നത് ആദ്യത്തെ റോയിൽ 1, രണ്ടാമത്തെ റോയിൽ 2 തവണ വരുന്നുണ്ട്,
മൂന്നാമത്തെ റോയിൽ ഒരു തവണ, നാലാമത്തെ റോയിൽ ഒരു തവണ. 4 കഴിഞ്ഞ് അഞ്ചാമത്തേത് ഡയഗണലി ക്രോസ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5. ഇനി 3 എന്ന് പറയുന്ന മാർക്ക് എത്രയുണ്ട്? ഒന്നാമത്തെ റോയില് 1, രണ്ടാമത്തെ റോയില് 3, 4, 5 തവണ 1, 2, 3, 4, 5, 6. 5 തവണ. ഓക്കെ, 5 ടൈംസ് വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ റോയില് ഒരു തവണ. ടോട്ടൽ 7 ടൈംസ്. പിന്നെ 4 എന്ന് പറയുന്ന മാർക്ക്. മിസ് ഈ മിസ് ഇവിടെ മിസ് റോ എന്ന് പറയുന്നത് എന്തിനാ മിസ്സേ? റോ എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് മിസ്സിന്റെ വീഡിയോ നോക്കേ. സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാം. ഇവിടെ കണ്ടോ? ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്ന, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റ. ഇതില് ഇങ്ങനെ വരുന്നതിനെയാണ് റോ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് മിസ് റോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3, 4, 4 റോ വരുന്നുണ്ട് അല്ലേ? അപ്പോ ഡയഗണൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ അവിടെ 2, 6, 4, 1, 5, 7, 6, 3, 4, 4 ഇത്രയും നമ്പേഴ്സ് ആണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. നമ്മൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ റോയിലും കോളത്തിലും അറേഞ്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, 4 റോ ആയിട്ടാണ് ഇവിടെ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഇനി 4 എന്ന് പറയുന്ന മാർക്ക്, 4 മാർക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് റോയില് ഒരാൾക്ക് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റോയിൽ ആർക്കും ഇല്ല. തേർഡ് റോയില് ഒരാൾക്ക്, ഫോർത്ത് റോയില് ഒരാൾക്ക്. ടോട്ടൽ 6 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 5 എന്ന് പറയുന്ന മാർക്ക് നിങ്ങളെ ടേബിൾ നോക്കിയാൽ മതി, സമയം കുറച്ചേ ഉള്ളൂ, 3 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 എന്ന് പറയുന്ന മാർക്ക് 4 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 6 എന്ന് പറയുന്ന മാർക്ക് 3 പേർക്ക്, 7 എന്ന് പറയുന്ന മാർക്ക് 4 പേർക്ക്, 8 എന്ന് പറയുന്ന മാർക്ക് 3 പേർക്ക്, 9 2 പേർക്ക്. ഇനി ലാസ്റ്റ് ഏറ്റവും ഇടയിൽ ഒരു റോയിൽ കൂടി നമ്മൾ ആഡ് ചെയ്യണം. ടോട്ടൽ എന്ന് പറയുന്ന റോ, നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ടോട്ടൽ നമ്മൾ എപ്പോഴും എഴുതിയിരിക്കണം ടേബിളില്. അപ്പൊ നമുക്ക് ഓരോ മാർക്കും എത്ര പേർക്ക് കിട്ടിയെന്ന് കണ്ടു. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഹയസ്റ്റ് മാർക്ക്? ഹയസ്റ്റ് മാർക്ക് എത്രയാ ഇവിടെ? 9. ഔട്ട് ഓഫ് 10 9 ആണ് ഹയസ്റ്റ് മാർക്ക്. നെക്സ്റ്റ്, റേഞ്ച് ഓഫ് മാർക്ക്. മാർക്കിന്റെ റേഞ്ച് നമ്മൾ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് മാർക്ക് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് 9ഉം ലോവസ്റ്റ് 0യും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് 9 - 0 9. റേഞ്ച് ഓഫ് മാർക്ക് 9. നെക്സ്റ്റ്, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് മാർക്ക്, ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ഫ്രീക്വൻസിന്റെ കോളം നോക്കുക. അതിൽ ഏറ്റവും വലുത് 7 ആണ്. 7 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 3. അപ്പം 3 മാർക്സ് ആണ് ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ആ ഡാറ്റയിൽ നിന്ന്, റോ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഇത്രയും കൺക്ലൂഷനിൽ എത്തി. ഇത്രയും കൺക്ലൂഷനിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയത് ഇങ്ങനെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ഹോംവർക്ക് വേണ്ട, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സില് പ്രോബ്ലം ഒന്ന് ചെയ്തു തരാം, എന്നാ ഒന്നും കൂടി മനസ്സിലാവും. ഹോംവർക്ക് വേണ്ട, നാളെ ഉണ്ടാവല്ലോ ക്ലാസ്. അപ്പൊ ഇതൊന്ന് പരിചയപ്പെട്ട് വരുന്നത് വരെ ക്ലാസ്സിന് പ്രോബ്ലം ചെയ്തു തരാം. അത് കഴിഞ്ഞ ശേഷം ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ. മിസ് കൊറേ ദിവസം എന്താ മിസ് വരാതിരുന്നേ?
എനിക്ക് സുഖമില്ലായിരുന്നു മോനെ, അതുകൊണ്ടാ. ഓക്കെ.